ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് കപ്പ് കേക്കിൽ എങ്ങനെ ഡെക്കറേഷൻ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ക്രീം ബീറ്റ് ചെയ്യാനുള്ള പാത്രം നല്ലതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രമാണ് പാത്രം ഉപയോഗിക്കാവുള്ളൂ. അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ബ്ലേഡും നല്ലതുപോലെ തണുപ്പിച്ചെടുക്കണം. നമ്മൾ ബീറ്റ് ചെയ്യുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. കുറഞ്ഞത് അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ വെച്ചിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ക്രീം നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് വരണം. ബ്ലേഡിലൊക്കെ കണ്ടോ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പോലെ വന്നം, ഒഴുകി താഴെ പോകരുത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഗനാഷ് ഒഴിക്കാം. ചോക്ലേറ്റ് ഗനാഷാണിത്. ഞാൻ ഒരു സ്പൂണാണ് എടുത്ത് ഒഴിച്ചിരിക്കുന്നത്. നമുക്ക് ക്രീം വളരെ കുറവ്, ഒരു കപ്പ് ക്രീമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരു സ്പൂൺ ഗനാഷാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് സ്പാച്ചില കൊണ്ട് മിക്സ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ആദ്യം ഒന്ന് ബീറ്റർ കൊണ്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം സൈഡിലുള്ള എല്ലാം കൂടി സ്പാച്ചില കൊണ്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. പൈപ്പിംഗ് ബാഗിൽ നിങ്ങൾ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് വേണം ചെയ്യണമെന്നില്ല. ഒരു ഗ്ലാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പാത്രത്തിനകത്തേക്ക് ബാഗ് ഇറക്കി വെച്ച് അങ്ങനെയും ചെയ്യാം. എന്നിട്ട് ഇത് ഞാനിപ്പോൾ ഒരു സ്റ്റാർ നോസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റോസറ്റ ഡിസൈൻ പോലെ ചെയ്തെടുക്കുക. ഇനി നമുക്കിതിന് സൈഡിൽ കുറച്ച് ലീഫ് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാനതിന് ലീഫിൻ്റെ നോസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലീഫിൻ്റെ നോസിൽ നമുക്കില്ലെങ്കിൽ ലീഫ് വരയ്ക്കാനായിട്ട് നമ്മൾ വി പോലെ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം കട്ട് ചെയ്തതിന് ശേഷം വരച്ചു കൊടുത്താലും മതി. നമുക്ക് നോസിലിൻ്റെ ആവശ്യമില്ല. ഞാൻ ലീഫ് വരയ്ക്കാൻ നേരം ഞാൻ ക്രീമിലേക്ക് അല്പം കൂടി ഗനാഷ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരല്പം ഡാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് രണ്ട് ഷെയ്ഡായിട്ട് നിങ്ങൾക്ക് കാണുന്നത്.
ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ്. പലതരത്തിലുള്ള ഷുഗർ ബീഡ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ ചോക്ലേറ്റ് ചിപ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ വളരെ മനോഹരമായ വളരെ സിമ്പിളായ ഒരു ഡിസൈൻ ഇവിടെ ചെയ്തു കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.